ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിനാസ് വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡീന. അപ്പോൾ നമ്മള് ശിവഗിരിയിൽ എത്തിയേക്കാണ്. ബീജാപ്പൂർ തന്നെയുള്ള എൻ്റെ പുറകെ കാണുന്നതാണ് കേട്ടോ ശിവന്റെ പ്രതിമ. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ബാക്കി കാഴ്ച കാണാം. ലെറ്റ്സ് ഗോ. ഇപ്പം കാറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാണാൻ വിചാരിച്ചു. പിന്നെ ഒന്നാമത് നമ്മുടെ അവിടെയാണ്, നമ്മുടെ ആ ഒരു റൂമിന്റെ പരിസരത്ത് തന്നെയാണ് ബാക്കിയുള്ള കാഴ്ചകൾ വരുന്നത്. അപ്പോൾ ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ കവർ ചെയ്യാൻ കഴിയുമല്ലോ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇത് നല്ല ക്ഷീണമുണ്ട്. ഇതെല്ലാം നല്ല വെയിലാണ്, നല്ല ചൂടാണ് ഇവിടെ. അപ്പം വിചാരിച്ചു ഒരു 3 മണിയുടെ ഒരു ചൂട് നമുക്ക് കൊള്ളാതെ 4:30 ആകുമ്പോഴത്തേക്കും വന്ന് ബാക്കി കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിനി റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. നമ്മളങ്ങനെ റൂമിലൊക്കെ എത്തി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വൈകുന്നേരം 4:30 ആയപ്പോൾ ഇറങ്ങാണ് കേട്ടോ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ദൂരമേ ഉള്ളൂ വാക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന കാഴ്ചകളിലേക്ക് കേട്ടോ. അപ്പം നമുക്ക് പയ്യങ്ങ് നടക്കാം. ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. അവിടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. നമ്മളങ്ങനെ നടന്ന് ബാരാക്കമ്മന്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. എന്റെ പുറകെ കാണുന്നത് ബാരാക്കമ്മനാണ്. ഇതൊരു മുസോളിയമാണ്. ഇതൊരു അൺഫിനിഷ്ഡ് മുസോളിയമാണ്, അതായത് ഇതുവരെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇത് അലി ആദിൽ ഷാ രണ്ടാമന് വേണ്ടി അദ്ദേഹം തന്നെ പണി തുടങ്ങി വെച്ച ഒരു മുസോളിയമാണ്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും കബറടക്കാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും 12 ആർച്ചസ് ആണ് പണി കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനകത്ത് കുറച്ച് മാത്രമേ പണി കഴിപ്പിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് പണി കഴിപ്പിക്കാൻ പറ്റാതിരുന്നത് എന്ന് നമുക്കറിയത്തില്ല. അതൊരു അൺനോൺ റീസൺ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വൈഫിന്റെയും മകളുടെയൊക്കെ ടൂമ്പ് ഇപ്പോഴും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് കാഴ്ചകൾ കാണാം. വെർട്ടിക്കലേ ഇങ്ങനെ ആർച്ചുകൾ പണിയണമെന്നല്ല ഉദ്ദേശിച്ചായി. അത് മാത്രമല്ല ഇവിടുത്തെ നിഴല് നമ്മുടെ ഗോൾ കോമ്പസിൽ എത്തണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മേളില് 12 ആർച്ചാണ് അവർ ഉദ്ദേശിച്ചത് ആയിരിക്കണം. ഞങ്ങളുടെ ഒരു ഊഹം മാത്രമാണ്. അതായത് ഇവിടെയൊക്കെ സ്ഥലം വിട്ടിട്ടുണ്ട്, അപ്പൊ അവിടെ ആർച്ച് പണിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് ഈ കുത്തനെ അല്ലെങ്കിൽ കഴിഞ്ഞ് വീണ്ടും ആർച്ച് അതിന് വീണ്ടും അപ്പൊ ഒരു 12 നില ആർച്ചുകളും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തന്നെ ഒരു 2 നില മുകളിലുണ്ട്. ഇതിന്റെ ഒരു നില ഹൈറ്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു 25 നില കെട്ടിടത്തിന്റെ പോകും. അതാണ് ഞങ്ങളുടെ ഒരു ഊഹം. അതാണോ അലി സുൽത്താൻ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയത്തില്ല. അവിടെ വീണെങ്കിൽ അത്ര പൊക്കം വേണമല്ലോ, അത് വേണ്ടി വരും. ഞങ്ങളുടെ ഓരോരോ ഊഹങ്ങൾ എന്ത് രസാന്ന് നോക്ക്. അത് അലി ആദിൽ ഷാ രണ്ടാമന്റെ കബറുകളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പത്നി, മക്കൾ, അങ്ങനെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ബാരാക്കമ്മനൊക്കെ കണ്ട് വയ്യ നടന്നു കേട്ടോ. ഒരു 600 മീറ്റർ ഓളം നടന്നു. അപ്പം നമ്മളിപ്പം അസർ മഹലിന്റെ അവിടെയാണ് ഉള്ളത്. അസർ മഹലിലേക്ക് ആ ബാരാക്കമ്മലിൽ നിന്ന് 600 മീറ്ററേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അസർ മഹൽ എക്സ്പ്ലോർ ചെയ്യാം. ഇതാ കാണുന്നതൊക്കെ കോട്ടയുടെ ഭാഗങ്ങളാണ് കേട്ടോ.
ഇത് അസർ മഹലിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. പിള്ളേര് അവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളിക്കാണ്. ആളുടെ ബോള് വെള്ളത്തിലേക്ക് പോയിക്കണ്. ഇനി അവരെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പുറകെ കാണുന്നതാണ് കേട്ടോ അസർ മഹൽ. അപ്പൊ അസർ മഹൽ എന്ന് പറയുന്നത് 1646 മുഹമ്മദ് ആദിൽ ഷാ ഉണ്ടാക്കിയതാണ്. അത് ഒരു ഹാൾ ഓഫ് ജസ്റ്റിസ് എന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് ഇത് പ്രോഫറ്റിന്റെ ഹെയർസിനൊക്കെ ഹൗസും ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. എൻട്രൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടുപോകാം. ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി കാഴ്ച കാണാം. നമ്മളങ്ങനെ അസർ മഹലിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയോട്ടെ. ഞങ്ങൾക്ക് നടക്കാൻ തീരുമായിരുന്നു. അത് ഓട്ടോറിക്ഷ പിടിച്ചൊക്കെയാണ് വന്നത്. അപ്പൊ എന്തായാലും വന്നപ്പോഴത്തേക്ക് നമ്മൾ ഗഗൻ മഹലും കൂടെ ഇന്ന് കവർ ചെയ്യാം, ഇന്ന് കാണാവുന്ന രീതിയിലാണ് വന്നത്. പക്ഷെ ക്ലോസ്ഡ് ആയിപ്പോയി. അപ്പൊ 6 മണിക്ക് എന്തായാലും ഗഗൻ മഹൽ ക്ലോസ് ആവും. അതിനുമുമ്പ് വരിക, ഞങ്ങളെ പോലെ അബദ്ധം കാണിക്കരുത്. അപ്പൊ എന്തായാലും നാളെ രാവിലെ നമുക്ക് ഈ ഒരു ഗഗൻ മഹൽ കണ്ടിട്ട് അവരൊക്കെ വന്നു പോവാം. ഞാനിപ്പോഴാണ് കേട്ടോ ആലോചിച്ചത്, ഞാൻ ഇവിടുത്തെ നൈറ്റ് വ്യൂ, നമ്മുടെ ഹോട്ടലിലെ നൈറ്റ് വ്യൂ ഇതുവരെ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പൊ നമുക്ക് ഹോട്ടലിൽ നൈറ്റ് വ്യൂ കണ്ടാലോ? അടിപൊളിയല്ലേ? ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്, ഞാൻ നൈറ്റ് വ്യൂ ഇത്രയും മനോഹരമായിട്ടുള്ള നൈറ്റ് വ്യൂ ഉണ്ടായിട്ട് ഞാൻ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ റൂമിൽ പോവാം. അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മ റൂമിൽ പോണ്ടേ? റൂമിൽ പോണ്ടേ? എടുത്തല്ലോ. ടൈൽസിനൊക്കെ ആ ഒരു എന്താ പറയുക, ഡിസൈനിങ് ഒക്കെ നല്ല അടിപൊളിയാണ്. നമ്മുടെ പീരങ്കി, അവർ പീരങ്കി പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ എന്താണെന്ന് വിചാരിച്ചേക്കരുത്. സോ ദിസ് ഈസ് അവർ റൂം. അപ്പം come on mister, തുറക്കൂ പ്ലീസ്. സോ ഞങ്ങൾ ഇനി കിടന്നുറങ്ങാൻ പോവുകയാണ്. നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരെ തൊട്ടടുത്തുള്ള ഗഗൻ മഹലിന്റെ അങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഗഗൻ മഹലിന്റെ കാഴ്ച കണ്ടാലോ? നമുക്ക് അവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ പത്രവായന, റിലാക്സേഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാനൊക്കെ വരുന്നവരൊക്കെയാണ് കേട്ടോ. മിക്കവാറും ഒരു ടൂറിസ്റ്റുകളല്ല, മറിച്ച് ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഈ ഒരു പ്ലേസിൽ നമുക്ക് അങ്ങനെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നല്ലൊരു പ്ലേസ് അല്ലേ റിലാക്സ് ചെയ്യാനും, അതുപോലെ തന്നെ യോഗ ചെയ്യാനും, പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട്. ശരിക്കും ഇങ്ങനത്തെ ഒരു പ്ലേസ് നല്ലതാണല്ലേ. ഒരു കൂട്ടം കൂടി ഇരിക്കുന്നവർക്ക് നല്ല രസമുണ്ട്. നമ്മളിതാ വന്നേക്കുന്നത് ഗഗൻ മഹലിലേക്കാണ് കേട്ടോ. ഗഗൻ മഹലില് ഒരു രീതിയിലുള്ള ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എൻട്രി ചെയ്യാവുന്നതാണ്. 6 to 6 ആണ് ഇവിടെ എൻട്രി ചെയ്യാനുള്ളൊരു സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്നലെ നമുക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ 6 മണി കഴിഞ്ഞല്ലോ വന്നപ്പോഴത്തേക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഇതിൽ നമ്മൾ ഈ ഒരു സ്ഥലം ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഈ ഗഗൻ മഹൽ എന്ന് പറയുന്നത് 1561 ബിൽഡ് ചെയ്തതാണ്. ഈ ഗഗൻ മഹൽ, ഈ പറയുന്ന ഗഗൻ മഹൽ ഫുൾ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വാൾസിന്റെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. ഇപ്പം ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വാൾസിന്റെ അവശിഷ്ടങ്ങളൊക്കെ കുറച്ച് കാണാൻ പറ്റുള്ളൂ. ആ ഒരു ഫുൾ ഫ്ലെക്സ്ഡ് ഫോർട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും ഈ ഒരു ഈ ഒരു ഗഗൻ മഹൽ അന്നത്തെ കാലത്ത് ഫോർട്ടിഫൈഡ് ആയിട്ടാണ് നിന്നിരുന്നത്. അതുപോലെ തന്നെ ഇത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്സിന്റെ റിമെയിൻസ് മാത്രമാണ്. കുറെ അധികം ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് മാത്രമാണ് അവശേഷിച്ചുള്ളൂ. അതിൽ കുറച്ചാണ് ഇത്. അപ്പം ഈ ഗഗൻ മഹൽ ആദിൽ ഷാ ഡൈനാസ്റ്റിയിലെ റൂളേഴ്സിൻ്റെയൊക്കെ റോയൽ റെസിഡൻസ് ആയിട്ടും അതുപോലെ തന്നെ ദർബാർ ഹാളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഔറംഗസീബ് ഈ ഒരു സിറ്റി, ഈ ബീജാപൂർ കീഴടക്കിയപ്പം അന്നത്തെ രാജാവായിട്ടുള്ള സിക്കന്ദർ ആദിൽ ഷായെ ഇങ്ങോട്ട് സിൽവർ ചെയിൻസ് ഒക്കെ ആണ്, അതായത് ചങ്ങലയൊക്കെ അല്ലെങ്കിൽ കൈവിലങ്ങ അണിയിച്ചിട്ട് ഹാജരാവാൻ പറഞ്ഞത് ഈ ഒരു ദർബാർ ഹാളിന്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗഗൻ മഹലിന്റെ മുമ്പിലാണ്.
അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഗഗൻ മഹലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് കാഴ്ചകളിലേക്ക് കടക്കാം. ഇതാ ഇവിടെ കുറേ അധികം ആൾക്കാർ രാവിലെ റിലാക്സ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ന്യൂസ് പേപ്പർ വായിച്ച് ഇങ്ങനെ ചില്ല് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ പലരും ടൂറിസ്റ്റുകളല്ല, മറിച്ച് ഇവിടത്തുള്ള ലോക്കൽ ആൾക്കാരാണ്. അവരിതിനെ ഒരു റിലാക്സിങ് കേന്ദ്രമായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമുക്ക് ബാക്കി കാഴ്ച കാണാം. അതാണ് ഗഗൻ മഹല്. അതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ ഫോർട്ടിഫൈഡ് വാൾ. അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളേ ഉള്ളൂ, ലൈക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ചുറ്റും ഫോർട്ടിഫൈഡ് വാൾസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം എന്തായാലും അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് പോവാം. അമ്മ അപ്പൊക്കെ അങ്ങ് മുമ്പിലേക്ക് നടന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഔറംഗാബാദിലേക്ക് പോകാനുണ്ട്. സോ ഞങ്ങൾ ഇച്ചിരി ഹറിബറിയിലാണ് കണ്ട എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. ജനങ്ങളെ, നിങ്ങൾക്ക് ന്യായം ഞാൻ തരുന്നതായിരിക്കും എന്നൊക്കെ ആയിരിക്കുമല്ലേ അന്നത്തെ രാജാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നല്ലൊരു റെസ്ട്രിക്ട് പ്ലേസ് ആയിട്ട് മാറിയേക്കാണിത്. സോ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. നമുക്കിനി നേരെ ഔറംഗാബാദിന് വിട്ടടിക്കാനുള്ളതാണ്, കുറേ ദൂരം ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആ കുറച്ച് ഹറിബറിയിലാണ് കേട്ടോ. അത് നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.